നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 30 വൈകിട്ട് സന്ധ്യാനമസ്കാരത്തോടുകൂടി പരിശുദ്ധ എൽദോ നോമ്പിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിച്ചു. മണ്ണിലലിയുന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്തുവാൻ ദൈവം തന്നെ മണ്ണിലേക്ക് അവതരിച്ച പുണ്യദിനത്തെ വരവേൽക്കുവാൻ പരിശുദ്ധ സഭയും വിശ്വാസികളും വ്രതാനുഷ്ഠാനത്തോടുകൂടി നോമ്പ് ആചരിക്കുന്നു. മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനത്തിന് ആഹ്വാനം ചെയ്തു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. വിശുദ്ധ മാർത്തോമ ശ്ലീഹായുടെ കാലം മുതൽ സഭയ്ക്ക് ഒരു സത്യമുണ്ട്, നീതിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് ആരെങ്കിലും നിഷേധിക്കുവാൻ ശ്രമിച്ചാലും മലങ്കര സഭയുടേതെന്ന് പ്രഖ്യാപിക്കുവാൻ രാജ്യത്ത് നീതിന്യായ പീഠങ്ങളുണ്ട്. അത് തിരിച്ചറിയാനും ഉൾക്കൊള്ളുവാനും എല്ലാ മലങ്കര സഭാ മക്കൾക്കും സാധിക്കണം. കുറ്റങ്ങളും കുറവുകളും ആർക്കും ഉണ്ടാകാം. അത് ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ അനുഭവങ്ങളിൽ കടന്നുപോകാം. അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിലും സന്തോഷത്തിലും സഭയുടെ ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയൊരു സഭയായി, ശക്തിയായി വിശുദ്ധ മാർത്തോമ ശ്ലീഹ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തീയ ദൗത്യങ്ങൾ ഭാരതത്തിൽ നിർവഹിക്കുവാൻ സാധിക്കും. അതിനൊരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ ആഹ്വാനം ചെയ്തു. സഭയ്ക്കൊരു സത്യമുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ ഇന്ന് വരെ ഈ സഭ ഒരു സത്യത്തിൽ നിലനിൽക്കുന്നു. അതിനൊരു നീതിയുണ്ട്, അതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സത്യവും നീതിയും സ്വാതന്ത്ര്യവും നിഷേധിക്കുവാൻ ആരെല്ലാം ശ്രമിച്ചാലും അവസാനം സത്യവും നീതിയും മലങ്കര സഭയുടേതാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ രാജ്യത്ത് നീതിന്യായ കോടതികളുണ്ട്. അവ എപ്പോഴും അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ലാതെ ഇരുണ്ട മനസ്സുകളായി മാറുന്നത് നമുക്ക് മലങ്കര സഭാമക്കൾക്ക് ഭൂഷണമല്ല. അങ്ങനെയുള്ള സഭാമക്കൾ ആ സത്യം തിരിച്ചറിഞ്ഞ് കുറവുകളും കുറ്റങ്ങളുമൊക്കെ ആർക്കും വരാം. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം. പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത്. അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത്. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയൊരു ശക്തിയായി, വലിയ ഒരു സഭയായി വളരുവാനും മാർത്തോമാ ശ്ലീഹ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തീയ ദൗത്യങ്ങൾ ശരിയാവണ്ണം ഈ ഭാരതത്തിൽ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും. അതിനുള്ളതായ നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നവംബർ 29 കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നടന്ന ഇന്റർ സെമിനാരി എക്യുമെനിക്കൽ സ്റ്റുഡൻസ് ഫെലോഷിപ്പിലും സെമിനാറിലും വിവിധ സെമിനാരികളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വടവാതൂർ അപ്പോസ്തോലിക സെമിനാരിയിൽ നിന്നുമുള്ള ബ്രദർ മെബിൻ കഴുന്നുകണ്ടത്തിൽ മൂല്യങ്ങളുടെ ധാർമ്മികവും സാമൂഹികവുമായ അധപതനം എന്ന വിഷയത്തിലും, കോട്ടയം മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നുമുള്ള ബ്രദർ ജെബിൻ വിനോജ് തോമസ് വിശ്വാസ തകർച്ച എന്ന വിഷയത്തിലും, കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നുമുള്ള ഡീക്കൻ വിപിൻ വർഗീസ് രാജ്യമൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വേദശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലിത്ത. വേദശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് സെറാംപൂർ സർവകലാശാല പ്രസിഡന്റ് ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലിത്ത പറഞ്ഞു. ഓർത്തഡോക്സ് സെമിനാരിയിൽ നടന്ന കത്തോലിക്ക മാർത്തോമ ഓർത്തഡോക്സ് വൈദിക വിദ്യാർത്ഥികൾ ചേർന്നുള്ള ഇന്റർ സെമിനാരി എക്യുമെനിക്കൽ വേദശാസ്ത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയ്ക്ക് അനുസരിച്ച് വേദശാസ്ത്ര ചിന്തകൾ രൂപപ്പെടുത്തുവാനും ഗവേഷണം നടത്തുവാനുമുള്ള കാര്യശേഷി വിദ്യാർത്ഥികൾ നേടണമെന്നും അദ്ദേഹം പറഞ്ഞു.
ഓർത്തഡോക്സ് സെമിനാരി പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി ത്വക്കുരോഗ ആശുപത്രിക്ക് സമീപമുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ഓർത്തഡോക്സ് ചാപ്പലിൽ വിശുദ്ധ കുർബാന പുനരാരംഭിച്ചു. രോഗത്തിൻ്റെ പേര് പറഞ്ഞ് അവഗണിക്കപ്പെടുക, ഉപേക്ഷിക്കപ്പെടുക എന്നത് ക്ലേശം നിറഞ്ഞ ജീവിതാനുഭവമാണ്. ശാരീരിക അവസ്ഥ കാരണം സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, കുടുംബവും ആരാധന സമൂഹവും മറന്നു കളഞ്ഞവർ, കുഷ്ഠരോഗ കോളനിയിൽ തുല്യസങ്കടത്തോടെ ജീവിക്കുന്ന മറ്റുള്ളവരോടൊപ്പം നാളുകൾ തള്ളി നീക്കി സ്പർശനശേഷി നഷ്ടപ്പെട്ട അവയവങ്ങൾ പേറുന്ന ശരീരവും കത്തിപ്പുകയുന്ന ദുഃഖവും അഗാധമായ വേദനയുമുള്ള ജീവനോടെ ശേഷിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പുതിയ കാലത്തിൻ്റെയും പുതിയ ജനതയുടെയും പുതിയ നിയോഗത്തിൻ്റെയും പരിപ്രേക്ഷ്യങ്ങളെ പുനരാവിഷ്കരിക്കാൻ അങ്കമാലി ഭദ്രാസനത്തിന് സാധിച്ചു. ക്രിസ്താനുകരണത്തെ ബാഹ്യമോടിയിൽ ഒതുക്കാതെ വേദനിക്കപ്പെടുന്നവരോട് ചേർന്ന് നിന്ന് കണ്ണീരൊപ്പുന്ന ഭദ്രാസനത്തിലെ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തോമസ് പോൾ റമ്പാച്ചൻ, ഫാദർ അജിത് ജോസഫ്, ഫാദർ ബിനോയ് കോശി, ഫാദർ ബിസൻ സണ്ണി, ഫാദർ ജോൺ കെ ജേക്കബ് എന്നിവർ സഹകാർമ്മികർ ആയിരുന്നു. ചാപ്പലിൽ എല്ലാ മാസവും 3-ാം ശനിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കും. ദേവലോകം മാർ ബെസേലിയസ് പബ്ലിക് സ്കൂളിൻ്റെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടി ബെസേലിയൻ ഓൺസബിൾ നവംബർ 29-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ ബെസേലിയസ് മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ വയല ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായിരുന്നു. MOC പബ്ലിക് സ്കൂൾ മാനേജർ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ സജി യോഹന്നാൻ, പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട്, പ്രിൻസിപ്പൽ നിനി എബ്രഹാം, പ്രൊഫസർ തോമസ് കുരുവിള എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് സമ്മാനദാനവും നടന്നു. അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രാർത്ഥനാവാരത്തിൻ്റെ കേന്ദ്രതല ഉദ്ഘാടനം മാക്കാംകുന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ പ്രാർത്ഥനായോഗം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ തേവോദോസിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭദ്രാസനങ്ങളും കേന്ദ്രീകരിച്ച് പ്രാർത്ഥനാവാരം നടത്തപ്പെട്ടു. അനേകം വിശ്വാസികളും വൈദിക ശ്രേഷ്ഠരും പങ്കെടുത്തു. അഭിവന്യ പിതാക്കന്മാർ നേതൃത്വം നൽകി. കോട്ടയം പാമ്പാടി ചെവിക്കുന്നിൽ സെൻറ് ജോൺസ് ചെറിയ പള്ളിയിൽ മോഷണം നടന്നു. പള്ളിയുടെ വാതിലിൻ്റെ ഒരു ഭാഗം തീ കത്തിച്ച് ദ്വാരമുണ്ടാക്കിയാണ് മോഷ്ടാവ് അകത്ത് കയറി കവർച്ച നടത്തിയത്. പാമ്പാടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സംഘം പരിശോധനകൾ ആരംഭിച്ചു. മോഷണം നടന്ന പാമ്പാടി ചെറിയ പള്ളി കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ യൂഹന്നാൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പരിശുദ്ധ ബെസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവായുടെ 49-ാം ഓർമ്മ പെരുന്നാൾ ഡിസംബർ 3 മുതൽ 8 വരെ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ആചരിക്കുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു വരുന്നു. പത്തനാപുരം മൗണ്ട് താബോർ ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹരായ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ്മ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ തോമമാർ ദിവന്നാസ്യൂസ് തിരുമേനി, അഭിവന്യ സക്കറിയമാർ ദിവന്നാസ്യൂസ് തിരുമേനി, അഭിവന്യ ഇയോബ്മാർ ഫിലക്സിനോസ് തിരുമേനി എന്നീ പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഡിസംബർ 1, 2, 3 തീയതികളിൽ ഭക്തിപുരസ്സരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ UAE ശ്ലൈഹിക സന്ദർശനം പൂർത്തിയായി. 4 ദിവസത്തോളം നീണ്ടുനിന്ന ശ്ലൈഹിക സന്ദർശനത്തിൽ 1.5 കോടി ദിർഹം ചിലവിൽ പുതുക്കിപ്പണിത അബുദാബി സെൻറ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കൂദാശ പരിശുദ്ധ ബാവ തിരുമേനി നിർവഹിച്ചു. ബ്രഹ്മവാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യാക്കോബ് മാർ ഏലിയാസ്, ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യൂഹന്നാൻ മാർ ദിമെത്രിയോസ്, ചെന്നൈ ഭദ്രാസന മെത്രാപ്പൊലീത്ത, ബാംഗ്ലൂർ സഹായ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പീലക്സിനോസ് എന്നീ പിതാക്കന്മാർ സഹകാർമ്മികത്വം വഹിച്ചു.
അബുദാബി സെന്റ് ജോർജ് കത്തീഡ്രലിനെ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി പരിശുദ്ധ കാതോലിക്ക ബാവ ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ UAE സാമൂഹിക വികസന വിഭാഗം മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ, ചെയർമാൻ മുഗീർ ഗമീസ് അൽ ഗൈലി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, മെറിലാൻഡ് ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപക ഡോക്ടർ സുശീല ജോർജ്, മലങ്കര ഓർത്തഡോക്സ് സഭാംഗം ഡോക്ടർ ജോർജ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ദേവാലയ കൂദാശയെ തുടർന്ന് ഷാർജയിലേക്ക് എഴുന്നള്ളിയ പരിശുദ്ധ പിതാവ് മരുഭൂമിയിലെ പരുമലയെ ജനസാഗരമാക്കി മാറ്റിയ മാർത്തോമൻ പൈതൃക സംഗമത്തിന് അധ്യക്ഷം വഹിച്ചു. ലക്ഷ്യബോധമുള്ള പുതിയ തലമുറയായി ഇന്നത്തെ യുവജനങ്ങൾ മാറണം, പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം UAE മേഖലയുടെ 34-ാം വാർഷികവും മാർത്തോമൻ പൈതൃക സംഗമവും ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ നടത്തപ്പെട്ടു. വിശ്വാസ പ്രഖ്യാപന റാലിയോടുകൂടി സമ്മേളനം ആരംഭിച്ചു. ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിമിത്രിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. യുവജന പ്രസ്ഥാനം കേന്ദ്ര പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ന ചിന്താവിഷയം ആസ്പദമാക്കി യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ ഷിജി കോശി ക്ലാസുകൾ നയിച്ചു. UAEയുടെ 53-ാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി UAEയുടെ പതാക ഉയർത്തി. തൻ്റെ മുൻഗാമിയായിരുന്ന പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ സ്മരണാർത്ഥം പരിശുദ്ധ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആരംഭിച്ച മലങ്കര സഭയുടെ സഹോദരൻ പദ്ധതിയുടെ UAE മേഖലാ യോഗം ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഇടവക വികാരി വെരി റവറൻ അഡ്വക്കേറ്റ് ഡോക്ടർ ഷാജി ജോർജ് കോറെപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ഡൽഹി ഭദ്രാസനാധിപൻ അഭിവന്യ യൂഹാനൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പൊലീത്ത, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, UAE ഇടവകകളിലെ ബഹുമാനപ്പെട്ട വൈദികർ, കോർഡിനേറ്റർമാർ, ഫ്രണ്ട്സ് ഓഫ് സഹോദരൻ അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. മുൻ നിശ്ചയിച്ച പരിപാടികൾക്ക് ശേഷം പരിശുദ്ധ ബാവ നാട്ടിലേക്ക് മടങ്ങി. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 96-ാം ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് വള്ളിക്കാട്ട് ദേറായിൽ വാകത്താനം YWCA GIF-ന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വർഗീസ് പൊന്നൂസ് തലമുറ മാറ്റം എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ് നയിച്ചു. യോഗത്തിൽ പരുമല ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ വർഗീസ് സന്നിഹിതയായിരുന്നു. വള്ളിക്കാട്ട് ദേറ മാനേജർ ഫാദർ അലക്സാണ്ടർ P. ഡാനിയേൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ YWCA പ്രസിഡന്റ് ലൈസാമ ജോർജ്, ഷീബ P. വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയുടെ 12ാമത് ഓർമ്മ പെരുന്നാളിൻ്റെ കൊടിയേറ്റ് കർമ്മം വളയഞ്ചിറങ്ങര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ അഭിവന്യ യൂഹാനൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. മലങ്കര സഭയുടെ 6 പള്ളികളിൽ ബഹുമാനപ്പെട്ട കോടതി വിധി നടപ്പാക്കുന്നതിനെതിരെ കേരള സർക്കാർ നൽകിയ കണ്ടംപ്റ്റ് അപ്പീൽ ഡിസംബർ 3 ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചു. അടിയന്തിരമായി മലങ്കര സഭയുടെ ദേവാലയങ്ങൾ മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടുവാൻ ഈ മാസം 17-ന് മുൻപായി ദേവാലയത്തിൻ്റെ താക്കോലുകൾ കൈമാറി മലങ്കര സഭയുടെ 1934 ഭരണഘടന പ്രകാരം ഓർത്തഡോക്സ് സഭയുടെ വികാരിമാർക്ക് ഭരണം നടപ്പാക്കുവാൻ ഉള്ള സംവിധാനം ചെയ്യണമെന്ന് യാക്കോബായ വിഭാഗത്തോട് ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെടുകയും മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളുവാൻ മലങ്കര സഭ സന്നദ്ധമെന്നും അത് അഫിഡവിറ്റായി സമർപ്പിക്കാമെന്നും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അറിയിച്ചു. മലങ്കര സഭ കേസിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി അന്തിമമെന്നും നിങ്ങൾ കോടതിയലക്ഷ്യത്തിലാണെന്ന് യാക്കോബായ് വിഭാഗത്തോട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ക്രിസ്തുമസിൻ്റെ പേരിൽ വിധി നടപ്പാക്കുന്നതിൽ ഇളവിന് ശ്രമിച്ചെങ്കിലും നിരസിച്ച കോടതി ആദ്യം
കോടതി വിധി നടപ്പാക്കിയിട്ട് നിങ്ങളെ കേൾക്കാമെന്ന് യാക്കോബായി വിഭാഗത്തോട് പറഞ്ഞു. ഉത്തരവ് നടപ്പാക്കിയതിനു ശേഷം വീണ്ടും 17-ന് കേസ് പരിഗണിക്കും. സുപ്രീം കോടതി നിലപാടിനെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. കോടതി വിധി കുറുക്കുവഴികളിലൂടെ വിഘടിത വിഭാഗത്തെ സഹായിക്കുന്നവർക്കുള്ള താക്കീതാണെന്ന് ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. മലങ്കര സഭ വിഷയത്തിൽ 1934-ലെ ഭരണഘടനയും 2017-ലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയും അവസാന വാക്ക് എന്ന് ഊന്നിപ്പറയുന്ന ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറുവിഭാഗത്തിലെ മാറിയ സാഹചര്യവും നിലവിലെ വിധിയും ഉൾക്കൊണ്ട് വ്യവഹാരരഹിത മലങ്കര സഭ എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കണമെന്ന് അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. മലങ്കര സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലീത്തായും ബോംബെ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്തായും ആയ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി ഒമാൻ മേഖലയിലെ വൈദികരോടൊപ്പം ഒമാൻ മതകാര്യ മന്ത്രി ഹിസ് എമിനൻസ് മുഹമ്മദ് ബിൻ സെയ്ദ് ബിൻ ഗൽഫാൻ അൽ മമാരിയെ സന്ദർശിച്ചു. മലങ്കര സഭയുടെ സ്നേഹാദരവുകൾ കൈമാറി. താലന്തുകളുടെ പങ്കിടലും സമർപ്പണവുമാണ് ആദ്യഫല പെരുന്നാൾ. അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ മിലത്തോസ് മെത്രാപ്പൊലീത്ത. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ ദൈവമുൻപാകെ സമർപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുന്നതുമാണ് ആദ്യഫല പെരുന്നാളിൻ്റെ പൂർത്തീകരണമെന്ന് മലങ്കര സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനൻ മാർ മിലത്തോസ് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. സെൻറ്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആദ്യഫല പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹവല്ലി പാലസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടികൾ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈഗ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മഹാ ഇടവക വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ ബിജു പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ ബെതേൽ സുലോക്കോ ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗവും മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന മലങ്കര വർഗീസ് ചേട്ടൻ്റെ 22ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. പെരുമ്പാവൂർ ബെതേൽ സുലോക്കോ ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടത്തപ്പെട്ടു. ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ യൂഹാനൻ മാർ പോളിക്കർപ്പോസ് തിരുമേനിയും സഭാസ്ഥാനികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി അനേകം വിശ്വാസികളും പങ്കെടുത്തു. സഭയ്ക്ക് ഒരു സത്യമുണ്ട്, നീതിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് നിഷേധിക്കുവാൻ ആരെല്ലാം ശ്രമിച്ചാലും മലങ്കര സഭയുടേതാണെന്ന് പ്രഖ്യാപിക്കുവാൻ, സംരക്ഷിക്കപ്പെടുവാൻ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകളുണ്ട്, കോടതികളുണ്ട്. ബഹുമാനപ്പെട്ട കോടതികൾ അത് ആവർത്തിച്ച് ചെയ്യുന്നു എന്നും മലങ്കര സഭയുടെ സമാധാനത്തിനും ഐക്യത്തിനുമായി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. അതിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ച് നിന്നാൽ സഭ വളരുവാൻ, ക്രിസ്തീയ ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കും എന്നും പരിശുദ്ധ കാതോലിക്ക ബാവ ആഹ്വാനം ചെയ്തു. മലങ്കര സഭയ്ക്ക് ചരിത്ര നിമിഷം. ശ്രീലങ്ക സെൻറ് തോമസ് കോൺഗ്രിഗേഷൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട വന്യ തോമസ് ശമാശൻ കശീശ ആയി ഉയർത്തപ്പെട്ടു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ വിജാതീയ മിഷൻ എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ച പരിശുദ്ധനായ മാർ അൽവാറിസ് യൂലിയോസ് തിരുമേനിയുടെ നാമത്തിൽ ശ്രീലങ്കയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന സംരംഭമാണിത്. ആ പരിശുദ്ധ പിതാവ് സഞ്ചരിച്ചു പോയ പാതകളിലൂടെ സഞ്ചരിക്കുവാനും നഷ്ടപ്പെട്ടു പോയ അജഗണങ്ങളെ കൂട്ടിച്ചേർക്കുവാനും പരിശുദ്ധ പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഉദ്യമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിളിനോച്ചി ജില്ലയിലെ ജയപുരം എന്ന ഗ്രാമത്തിൽ പരിശുദ്ധ തോമസ് ശ്ലീഹായുടെ നാമത്തിൽ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുകയും 50-ലധികം കുടുംബങ്ങൾ അവിടെ അംഗങ്ങളായി ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. സെൻറ് തോമസ് കോൺഗ്രിഗേഷൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡീക്കൻ തോമസിന് ഡിസംബർ 5 വ്യാഴാഴ്ച ദിണ്ടിഗൽ അൽവാറിസ് മാർ യൂലിയോസ് മിഷൻ സെൻ്ററിൽ വെച്ച് വൈദിക പട്ടം നൽകി. അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറസ് തിരുമേനിയും അഭിവന്യ ഗീവർഗീസ് മാർ ഫീലക്സിനോസ് തിരുമേനിയും വൈദിക പട്ടംകൊട ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല BA വയലിനിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി സാന്ദ്ര ഷിബുവിനും അഖില മലങ്കര പ്രാർത്ഥനാ യോഗം ലീഡർഷിപ്പ് ആൻഡ് ട്രെയിനിംഗ് കൺവീനറായി
നിയമിതരായ ശ്രീ അലക്സാണ്ടർ പി ജോർജിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.